ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റാണ് വരകൾ, രൂപങ്ങൾ. ഈ ഒരു യൂണിറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്തിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്ന്. ഇതുപോലെ ഒരു പാഠഭാഗം നിങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, രൂപങ്ങൾ അല്ലേ. ഇനി ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തെല്ലാമാണ് കാണുന്നത്? എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ഈ ചിത്രത്തിനകത്ത് കാണുന്നുണ്ട്? സ്കൂൾ കെട്ടിടമുണ്ട്, കുട്ടികളുണ്ട്, മരങ്ങളുണ്ട്, വീടുകളുണ്ട്, പിന്നെയോ ഒരുപാട് രൂപങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട് അല്ലേ. അവിടെ ആ ചിത്രങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? രൂപങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വരച്ചിട്ടുള്ളത്. അതിലെന്തൊക്കെ രൂപങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ആ കപ്പലുണ്ടാക്കിയതൊന്ന് നോക്കൂ. കപ്പലിനകത്ത് എന്തെല്ലാം രൂപങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്? അതെ, ത്രികോണമുണ്ട്, ചതുരമുണ്ട്, വൃത്തമുണ്ട് അല്ലേ. അതുപോലെ തന്നെ രൂപങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്കവിടെ മീനിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പൂച്ചയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സ്കൂളിൻ്റെ വാതിലുകൾ നോക്കൂ, ഏത് രൂപത്തിലാണ് അതുള്ളത്? അത് ചതുരാകൃതിയിലാണുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് രൂപങ്ങൾ കണ്ടു. ഇനി നമുക്ക് പാഠഭാഗത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ചിത്രം നോക്കൂ, വരയ്ക്കൂ എന്നൊരു ആക്ടിവിറ്റിയാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആദ്യ പേജിലെ ചിത്രം കണ്ടല്ലോ, മതിലിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ഞാൻ വരച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോക്സിനകത്ത് വരയ്ക്കണം. ആ പേജിനകത്ത് നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു ചിത്രം എടുത്ത് വരച്ചാൽ മതി. ഇനി ഫ്രണ്ട് പേജിൽ നമ്മളവിടെ കുറേ ചിത്രങ്ങൾ കണ്ടതിനിടയിൽ ഒരു ബാനർ കണ്ടു. ആ ബാനറിനകത്ത് എന്തായിരുന്നെന്ന് കൂട്ടുകാർ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? അതെ, ലോക സമുദ്ര ദിനമായിരുന്നു അല്ലേ. അപ്പോൾ ജൂൺ 8 നമ്മൾ എന്ത് ചെയ്യുന്നു? ലോക സമുദ്ര ദിനം സ്കൂളുകളിൽ ആഘോഷിക്കാറുണ്ട്. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? അനുവും സുബിയും അതുലും കൂടി എന്ത് ചെയ്തു? അവരുടെ സ്കൂളും പരിസരവും ഒക്കെ അലങ്കരിക്കുന്നതിന് വേണ്ടി ഒരുപാട് മീനുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. സമുദ്രദിനമാണല്ലോ, അപ്പോൾ സമുദ്രവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവരിവിടെ ചെയ്യുന്നത് എന്താണ്? മീനുകളെയാണ് അവരുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നത്? അലങ്കരിക്കാൻ വേണ്ടി പോകുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾ ചിത്രത്തിനകത്ത് മീനുകളെ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്കറിയാമോ ഇങ്ങനെ മീനുകളെ ഉണ്ടാക്കാൻ പേപ്പർ വെച്ചിട്ട്? അറിയുന്നുണ്ടായിരിക്കും അല്ലേ. ഇവിടെ നിങ്ങൾക്ക് അവർ 3 പേരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള മീനുകളെ ഒരു കയറിനകത്ത് തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷേ ആ മീനുകൾക്ക് എന്തോ ഒരു സങ്കടമുണ്ടേ. അതെന്താ? ശരിയാ, അവർക്കൊന്നിനും നിറമില്ല, ഭംഗിയില്ല അല്ലേ കാണാൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മീനുകൾക്കെല്ലാം നിറം കൊടുത്ത് ഭംഗിയാക്കണം. അതിന് താഴെയുള്ള ആക്ടിവിറ്റി നോക്കൂ, വരയ്ക്കൂ, നിറം കൊടുക്കൂ എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്കൊരു ത്രികോണവും ഒരു ചതുരവും കാണാം. ഈ ത്രികോണത്തോട് ഏതെല്ലോ രൂപങ്ങൾ ചേർത്ത് വെച്ചാൽ എന്തായി മാറും? ഒരു മീനായി മാറും. അതുപോലെ ചതുരത്തിനോടും ഏതൊക്കെയോ രൂപങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഒരു മീനായിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ കൂട്ടുകാരോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിനോട് രണ്ടിനോടും വേണ്ട രൂപങ്ങൾ ചേർത്ത് മീനിൻ്റെ ചിത്രം വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. എല്ലാവർക്കും കഴിയുമല്ലോ അത്. അപ്പോൾ മീനുകൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു രൂപം അവിടെ തന്നിട്ടുണ്ട്. ആ രൂപത്തിൻ്റെ പേരെന്താണ്? വൃത്തം അല്ലേ. വൃത്തം അല്ലെങ്കിൽ വട്ടം എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ വേറൊരു രൂപമാണ് ചതുരം. അതുപോലെ മറ്റൊരു രൂപം ഉപയോഗിച്ചത് ഏതാണ്? ത്രികോണം. ഈ 3 രൂപങ്ങളാണ് മീനിനെ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുള്ളത്? അവർ ഉപയോഗിച്ചിട്ടുള്ളത്. തൊട്ടടുത്തുള്ള പേജിൽ ഈർക്കിൾ മീൻ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി കാണാം. ഇവിടെ ഈർക്കിൾ ഉപയോഗിച്ചിട്ട് മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് കണ്ടിട്ടുള്ള ചിത്രത്തിലെ ഷേപ്പുകൾ എങ്ങനെയാണോ അതേ തരത്തിൽ ഈർക്കിളുകൾ എന്ത് ചെയ്യുക? ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഈർക്കിളിന് മീൻ മാത്രമല്ലല്ലോ, നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാക്കാം. എന്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും? വീടുണ്ടാക്കാൻ കഴിയും അല്ലേ. മീനിനെ പോലെ തന്നെ നമുക്ക് വീടും പെട്ടെന്ന് ഈർക്കിൾ വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ സ്റ്റാർ ഉണ്ടാക്കാൻ, നക്ഷത്രത്തെ ഉണ്ടാക്കാൻ കഴിയും. അപ്പം അങ്ങനെ കുറച്ച് രൂപങ്ങളുണ്ട്. അതിലും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കി ടീച്ചേഴ്സ് കൊണ്ട് ചെല്ലാൻ പറയുമ്പോൾ കൊണ്ടു കൊടുക്കുക കേട്ടോ. അതിൻ്റെ താഴെ ചിത്രശലഭത്തിന് നിറം നൽകാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള ചിത്രശലഭത്തെ നിങ്ങൾ നോക്കുക. ചിത്രശലഭത്തിനൊരു പ്രത്യേകതയുണ്ട്. രൂപങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചിത്രശലഭത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ രൂപങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അവിടെ? അതെ, ത്രികോണം ഉപയോഗിച്ചിട്ടുണ്ട്,
വൃത്തമുണ്ട്, ചതുരമുണ്ട് അല്ലേ? ഈ 3 രൂപങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചിത്രശലഭത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? ഇവിടെ നോക്കൂ, തൊട്ടടുത്ത കോളത്തിലായിട്ട് ശലഭത്തിലെ രൂപങ്ങൾ ഏതെല്ലാം എന്ന് എഴുതൂ എന്നൊരു ആക്ടിവിറ്റി കാണാം. അപ്പോൾ നമ്മൾ ശലഭത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള 3 രൂപങ്ങളെ അവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലേ? ഏതൊക്കെയാണത്? തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ വൃത്തം, ചതുരം, ത്രികോണം. ഇനി ഒരു പസിൽ കോർണർ കണ്ടോ? എന്താണ് പസിൽ കോർണറിനകത്ത് ചോദ്യം? ചോദ്യം ഇതാണ്: എന്നെ നിർമ്മിക്കാൻ 3 വര മതി, ഞാൻ ആര്? നമ്മുടെ രൂപങ്ങളൊന്ന് നോക്കൂ. 3 വര വെച്ച് നമ്മൾ ആരെയാണ് നിർമ്മിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. വെരി ഗുഡ്. ആരെയാണ്? ത്രികോണമാണ് അല്ലേ? അപ്പം 3 രൂപങ്ങൾ വെച്ച് നമ്മൾ വരയ്ക്കുന്നത് ആരെയാണ്? ത്രികോണത്തെയാണ്. നമ്മൾ പറഞ്ഞ 2 ചോദ്യങ്ങളുടെയും ഉത്തരമാണ് ഈ കാണുന്നത്. രൂപങ്ങൾ, ശലഭത്തിലെ രൂപങ്ങളും പസിലിൻ്റെ ഉത്തരവും ഇവിടെ കാണാം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. വശമളക്കാം. കണക്കുപെട്ടിയിലെ ഒരു ചതുര കാർഡ് ഉപയോഗിച്ച് ചതുരം വരയ്ക്കൂ. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം? കണക്കുപെട്ടി വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും കണക്കുപെട്ടി എന്താണെന്നറിയോ? മഞ്ചാടി സഞ്ചി എന്നൊരു കാര്യം നമ്മൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗണിതത്തിലെ നമുക്ക് ആവശ്യമായിട്ടുള്ള കൂട്ടാനും കുറയ്ക്കാനും എണ്ണാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കും. മഞ്ചാടി വെച്ച് എണ്ണുന്നതും പുളിങ്കുരു വെച്ചിട്ട് എണ്ണുന്നതും അതുപോലെ മുത്തുകൾ, വളപ്പൊട്ടുകൾ, ഈർക്കിൾ കെട്ടുകൾ, ഇതെല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഓരോരോ പ്രവർത്തനങ്ങൾ ഗണിതത്തിൽ ചെയ്യാറുണ്ട്. ഈ നമുക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങളെല്ലാം കൂടി നമ്മളൊരു പെട്ടിയിലാക്കി സൂക്ഷിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കണക്ക് പെട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണക്ക് പെട്ടിയിൽ നമുക്ക് ഇങ്ങനെയുള്ള വസ്തുക്കൾ മാത്രം പോരാ, വേറെ ആരും കൂടി വേണം? രൂപങ്ങൾ കൂടി വേണം. അപ്പോൾ ചതുരം എന്നുള്ള ഒരു ഷേപ്പും ത്രികോണവും അതുപോലെ വൃത്തവും എല്ലാം കൂട്ടുകാർ വെട്ടിയെടുത്ത് എന്ത് ചെയ്യണം? കണക്ക് പെട്ടിയിൽ സൂക്ഷിക്കണം. ഇനിയിപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി കണക്ക് പെട്ടിയിലെ ഒരു ചതുര കാർഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാനാണ്? ചതുരം വരയ്ക്കാനാണ്. അപ്പോൾ നിങ്ങൾ കണക്ക് പെട്ടിയിൽ നിന്ന് ചതുര കാർഡ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിവിടെ വെച്ച് ഒരു ചതുരം അതേ ഷേപ്പിൽ വരയ്ക്കുക. അതിന് താഴെയുള്ള ചോദ്യം നോക്കൂ. ചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? ഇവിടെ നോക്കൂ, വശങ്ങളാണ് അവിടെ ആരോ മാർക്ക് ഇട്ടിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആരോ മാർക്ക് എണ്ണി നോക്കിയാൽ നമുക്ക് എത്ര വശങ്ങൾ എന്നുള്ളത് അറിയാം. ഇതല്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, 3-ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ചതുരത്തിന് എത്ര വശങ്ങളാണുള്ളത്? 4 വശങ്ങളാണുള്ളത്. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ, എത്ര മൂലകളുണ്ട്? വശം എന്ന് വെച്ചാൽ സൈഡാണ് കേട്ടോ. ഇനി മൂലകൾ എന്ന് വെച്ചാലോ കോർണേഴ്സാണ്. എത്ര കോർണേഴ്സാണ് ഒരു ചതുരത്തിനുള്ളത്? നോക്കൂ, കോർണേഴ്സാണ് അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എത്ര കോർണേഴ്സ് ഉണ്ട്? അതും 4 എണ്ണമാണുള്ളത് അല്ലേ? ഇനി അതിന് താഴെയുള്ള ചോദ്യം ഇതാണ്. ഇപ്പം നിങ്ങളെല്ലാവരും കണക്ക് പെട്ടിയിൽ ചതുരക്കാർഡ് ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരു ചതുരം വരച്ചിട്ടുണ്ടായിരിക്കും. ആ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം നിങ്ങൾ എന്ത് ചെയ്യണം? സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതണം. അപ്പോൾ വശം 1 എത്ര സെൻറ്റിമീറ്ററാണ്, വശം 2 എത്ര സെൻറ്റിമീറ്റർ, 3 എത്ര, 4 എത്ര എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? അളന്ന് കണ്ടുപിടിച്ച് എഴുതാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങൾ വരച്ചിട്ടുള്ള, അതായത് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണക്ക് പെട്ടിയിലെ ചതുരക്കാർഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരു ചതുരം അവിടെ വരച്ചിട്ടുണ്ടായിരിക്കും. ഈ ചതുരത്തിൻ്റെ 4 വശങ്ങളും അളന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് അറിയണം. അവിടെ എഴുതണം. അപ്പോൾ 1-ാമത്തെ വശം എത്ര സെൻറ്റിമീറ്റർ, 2 എത്ര, 3 എത്ര, 4 എത്ര എന്നുള്ളത് എന്ത് ചെയ്യുക? അവിടെ അളന്ന് എഴുതി വയ്ക്കുക. ഇത് എഴുതി കഴിഞ്ഞാൽ കൂട്ടുകാരെല്ലാവരും ഒന്ന് നോക്കൂ, എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് അവിടെ കാണാൻ ഒക്കുന്നുണ്ടോ? എന്താണ് ആ നീളങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ അവ തമ്മിൽ? എന്തെങ്കിലും ഒരു പ്രത്യേകത അതിനകത്തുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമുക്ക് അളവുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. എന്താണ്? എതിർവശങ്ങൾ തുല്യമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വലാണ് അല്ലേ? അതാണ് നമുക്ക് ഈ നീളങ്ങൾ അളന്നാൽ എന്ത് ചെയ്യുന്നത്? കിട്ടുന്ന ഒരു ഉത്തരം. നമ്മൾ കറക്റ്റ് ഒരു ചതുരമാണ് വരച്ചത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എതിർവശങ്ങളുടെ നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും. അടുത്ത ആക്ടിവിറ്റി നോക്കൂ, ഈർക്കിൾ ചതുരം. ഇവിടെ ബെൻസിയയും അതുലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈർക്കിൾ ഉപയോഗിച്ച് 2 രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ആരുണ്ടാക്കിയതാണ് ചതുരം? ഇതാണ് ചോദ്യം. അവിടെ അതുൽ ഉണ്ടാക്കിയ ചതുരത്തിൽ ഇടതും വലതും വശങ്ങൾ എന്താണ്? കുത്തനെയാണ് വന്നിട്ടുള്ളത്. ബിൻസിയ ഉണ്ടാക്കിയ രൂപം
ചതുരമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ ഇവിടെ അതിലുണ്ടാക്കിയ രൂപമാണ് എന്ത്? ചതുരം. എന്തുകൊണ്ടാണ്? അതിലുണ്ടാക്കിയ രൂപത്തിൽ ഇടതും വലതുമുള്ള വശങ്ങൾ എന്താണ്? കുത്തനെയാണ് വന്നിരിക്കുന്നത്. ചതുരത്തിൻ്റെ ഇടത് വലത് വശങ്ങൾ എങ്ങനെയായിരിക്കും വരുന്നത്? കുത്തനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബിൻസി ഉണ്ടാക്കിയത് ചതുരം അല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അത്? അതെ, അവിടെ ഇടത് വലത് വശങ്ങൾ എന്തല്ല? കുത്തനെയല്ല, ചെരിഞ്ഞാണ് കിടക്കുന്നത് അല്ലേ? ചെരിഞ്ഞ് കിടക്കുമ്പോൾ അത് ചതുരമല്ല, അത് വേറൊരു രൂപമായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. ഇവിടെ ഇപ്പോൾ ബിൻസി ഉണ്ടാക്കിയ രൂപം ചതുരമല്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ ചോദിച്ചാൽ എന്ത് നമുക്ക് പറയാം? ഇടത് വലത് വശങ്ങൾ എന്തല്ല അവിടെ? കുത്തനെയല്ല. കുത്തനെയല്ലാത്ത വശത്തെ നമുക്ക് എന്ത് പറയാൻ കഴിയില്ല? ചതുരമാണെന്ന് പറയാൻ കഴിയില്ല. ഇനി നോക്കൂ, ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ചതുരത്തിന് എന്തുണ്ട്? 4 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ മുകളിലും താഴെയുള്ള വരകൾ വിലങ്ങനെയായിരിക്കും. ഇടത് വലത് വശങ്ങൾ എങ്ങനെയായിരിക്കും? കുത്തനെയുമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. ഇനി വേറെ ഒരെണ്ണം കൂടി 4 എണ്ണം ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അതെന്തായിരുന്നു? അതെ, മൂലകളായിരുന്നു അല്ലേ? കോർണേഴ്സ് 4 എണ്ണം ഉണ്ട്, സൈഡുകൾ 4 എണ്ണം ഉണ്ട് എന്നൊക്കെ നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വരച്ച ഒരു ചതുരത്തിൻ്റെ നീളം അളന്ന് നോക്കിയപ്പോൾ എന്താ പ്രത്യേകത എന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? വെരി ഗുഡ്. എന്തായിരുന്നു? എതിർവശങ്ങൾ തുല്യമായിരുന്നു. അത് ചതുരത്തിൻ്റെ പ്രത്യേകതയാണ്. എതിർവശങ്ങൾ എന്താണ്? തുല്യമാണ്. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ചതുരത്തിന് 4 വശങ്ങളുണ്ട്. മുകളിലും താഴെയുള്ള വരകൾ വിലങ്ങനെയും ഇടത് വലത് വശങ്ങൾ കുത്തനെയുമായിരിക്കും. ചതുരത്തിന് 4 മൂലകളുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ചതുരം പലതരം. കണക്ക് പെട്ടിയിലെ ചതുര കാർഡുകൾ ഉപയോഗിച്ച് അനൂപ് വരച്ച ചതുരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ചതുരം 1, 2, 3, 4 ഇങ്ങനെ 4 ചതുരങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇനി സ്കെയിൽ ഉപയോഗിച്ച് വശങ്ങൾ അളന്ന് പട്ടികയിൽ എഴുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ചതുരത്തിൻ്റെ 4 വശങ്ങളും അളന്ന് എന്ത് ചെയ്യുക? എഴുതുക. അതുപോലെ 4 ചതുരങ്ങളും അളന്ന് എന്ത് ചെയ്യുന്നു? വശങ്ങളുടെ നീളം എഴുതുന്നു. ഇനി എന്ത് ചെയ്യണം? അളവുകളുടെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ എഴുതിയിട്ടുള്ള ഈ ഒരു അളവുകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ പട്ടികപ്പെടുത്തിയപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചതുരത്തിൻ്റെ വശങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണത്? അതിൻ്റെ 2 വശങ്ങൾ എന്താണ്? തുല്യമാണ്. അതായത് എതിർവശങ്ങൾ അവിടെ 2 ചതുരത്തിനും തുല്യമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അളന്ന് നോക്കുമ്പോൾ സെൻറ്റിമീറ്റർ കൂടാണ്ട് ചിലപ്പോൾ മില്ലിമീറ്റർ കാണിച്ചിരിക്കാം. ആ മില്ലിമീറ്ററിന് നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല കേട്ടോ. എത്ര സെൻറ്റിമീറ്റർ ആണോ കിട്ടിയത് അത് എഴുതിയാൽ മതി. ഇനി 3, 4 ചതുരങ്ങളുടെ പ്രത്യേകത എന്താണ്? അതെ, അതിൻ്റെ 4 വശങ്ങളും എന്താണ്? ഒരേ നീളമാണ്. 4 വശങ്ങളുടെയും അളവുകൾ തുല്യമാണ്. ഇപ്പോൾ ഒരു വശം 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 4 വശത്തിൻ്റെയും നീളം നിങ്ങൾക്ക് 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ അളവുകളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചെടുത്ത് നമുക്ക് കിട്ടിയ അളവുകളുടെ പ്രത്യേകതയാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. പ്രത്യേകത നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1, 2 ചതുരങ്ങളുടെ എതിർവശങ്ങൾ തുല്യമാണ്. 3, 4 ചതുരങ്ങളുടെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഇനി അടുത്തത് നോക്കൂ. അവിടെ മറ്റൊരു ചതുരം എന്നുള്ളൊരു ആക്ടിവിറ്റി, അതിൻ്റെ താഴെയായിട്ട് പസിൽ കോർണർ വന്നിട്ടുണ്ട് അല്ലേ? എത്ര മൂലകൾ എന്നുള്ളതാണ്. ചതുര കടലാസിൻ്റെ ഒരു മൂല മുറിച്ച് കളഞ്ഞു. ഇപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട്? കൂട്ടുകാരെല്ലാവരും ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൻ്റെ ഒരു മൂല എന്ത് ചെയ്യുക? മടക്കി നിങ്ങൾ മുറിച്ച് കളഞ്ഞ് നോക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് മൂലകളുടെ എണ്ണം, ആദ്യം ചതുരത്തിന് 4 മൂലകളാണ് ഉള്ളത് അല്ലേ? ഈ മൂലകളുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? അതെ, കൂടുകയാണ് ചെയ്തത് അല്ലേ?
അപ്പോൾ ഇവിടെ ആദ്യം നമ്മളുടെ ചതുരത്തിന് 4 മൂലകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ ഒരു മൂല മുറിച്ച് കളഞ്ഞപ്പോൾ അവിടെ വീണ്ടും എന്തായി 2 മൂലകൾ വന്നു. അപ്പോൾ അവിടെ നമ്മൾ എണ്ണി നോക്കുമ്പോൾ എത്ര മൂലകളായിട്ട് മാറും? 5 മൂലകളായിട്ട് മാറും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താണ്? ചതുരത്തിൻ്റെ ഒരു മൂല മുറിച്ച് കളഞ്ഞാൽ മൂലകളുടെ എണ്ണം കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു ചതുരം എന്ന ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. ഇപ്പോൾ പലതരം ചതുരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു? കണ്ടു. അതിലുണ്ടാക്കിയ ഒരുപാട് ചതുരങ്ങൾ കണ്ടു. അതിൽ 3-ാമത്തെയും 4-ാമത്തെയും ചതുരത്തിൻ്റെ പ്രത്യേകതയും നിങ്ങൾ എഴുതി. എന്താണ്? എല്ലാ വശങ്ങളും തുല്യമാണ് അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെയുള്ള ഒരു ചതുരം നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ഈർക്കിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആ ചതുരം ഉണ്ടാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈർക്കിളിനും നമ്മൾ ഉണ്ടാക്കുന്ന ചതുരത്തിനും എന്തെല്ലാം പ്രത്യേകതകളാണ് ഉണ്ടായിരിക്കുക? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 4 വശങ്ങളും എന്താണ്? തുല്യമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈർക്കിളിൻ്റെ നീളം എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും. എല്ലാ ഈർക്കിളും ഒരേപോലെ ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ ഈ 4 വശങ്ങൾ തുല്യമായ ചതുരത്തിനെ നമ്മളൊരു പേര് പറയുമല്ലോ. എന്താണത്? അതെ, സമചതുരം അല്ലേ? ഇത് നമ്മൾ 3-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സമചതുരം എന്ന് വെച്ചാൽ എന്താണ്? 4 വശങ്ങളും എന്താണ്? തുല്യമാണ്. അപ്പോൾ ഇവിടെ 4 വശങ്ങൾ തുല്യമായിട്ട് കാണുന്ന ചതുരത്തെ നമുക്ക് സമചതുരം എന്ന് വിളിക്കാം. അപ്പോൾ എല്ലാ സമചതുരങ്ങളും എന്തായിരിക്കും? ചതുരങ്ങളായിരിക്കും. പക്ഷേ എല്ലാ ചതുരങ്ങളും സമചതുരമാണോ? അല്ല. സമചതുരം എന്ന് വെച്ചാൽ 4 വശങ്ങൾ തുല്യമായ ചതുരം മാത്രമാണ്. പക്ഷേ എതിർവശങ്ങൾ തുല്യമായ ചതുരവും നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. അപ്പോൾ എതിർവശങ്ങൾ തുല്യമായ ചതുരത്തെ നമ്മൾ എന്ത് ചെയ്യില്ല? സമചതുരം എന്ന് വിളിക്കില്ല. നമ്മൾ സമചതുരം എന്ന് വിളിക്കുന്നത് 4 വശങ്ങളും തുല്യമായ ചതുരത്തെയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? സമചതുരത്തിൻ്റെ പ്രത്യേകതകൾ എഴുതണം. ഇവിടെ ഒരെണ്ണം തന്നു. എന്താണത്? 4 വശങ്ങളുണ്ട്. അടുത്ത പ്രത്യേകത എന്തൊക്കെയാണ്? അതെ, 4 വശങ്ങൾക്കും ഒരേ അളവാണ്. 4 മൂലകളുണ്ട്. 4 മൂലകളും നിർണ്ണയിക്കുന്ന വശങ്ങൾ പരസ്പരം കുത്തനെയാണ്. ഇത്രയും കാര്യങ്ങളാണ് സമചതുരത്തിൻ്റെ പ്രത്യേകതകൾ. ഇനി ചതുരത്തിനുള്ളിൽ സമചതുരം. അവിടെ നിങ്ങൾക്കൊരു ചതുരം കാണാം. ഇതിൽ ഒരു വര മാത്രം വരച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ സമചതുരമാക്കണം. കഴിയുമെന്ന് നോക്കൂ. എങ്ങനെ അതിൽ ഒരു വര മാത്രം വരച്ചിട്ട് എന്ത് ചെയ്യാം? സമചതുരമാക്കാം. എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. ദാ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്താൽ മതി? സെൻറ്ററിലായിട്ട് ഒരു വര വരച്ചു കൊടുത്താൽ ആ ചതുരത്തെ നമുക്ക് എന്താക്കി മാറ്റാൻ കഴിയും? സമചതുരമാക്കി മാറ്റാൻ കഴിയും അല്ലേ? ഇനി അടുത്തത് സമചതുര കട്ട ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചിത്രത്തിലേതുപോലെ സമചതുരങ്ങൾ എന്ത് ചെയ്യണം? കട്ടിയുള്ളൊരു കടലാസിൽ വരച്ച് വെട്ടിയെടുക്കുക. എന്നിട്ട് അത് പരസ്പരം ചേർത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സമചതുര കട്ട ലഭിക്കും. അപ്പോൾ സമചതുര കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ജിയോ ബോർഡ് എന്നുള്ള ആക്ടിവിറ്റിയാണ്. ഇവിടെ ഗണിത ലാബിലെ ജിയോ ബോർഡിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചതുരങ്ങളും സമചതുരങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യേണ്ടതുണ്ട്? ജിയോ ബോർഡ് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളതാണ്. ജിയോ ബോർഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു ബോർഡിൽ ആണി അടിച്ച് വെക്കുന്നതാണ്. എന്നിട്ട് അതിനകത്ത് റബ്ബർ ബാൻഡോ നൂലോ കെട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വിവിധങ്ങളായ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ചതുരവും സമചതുരവും ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഒരാണിയും അതിനോട് ഏറ്റവും അടുത്തുള്ള 3 ആണിയും ചേർത്ത് റബ്ബർ ബാൻഡ് ഇട്ടാൽ എന്ത് രൂപം കിട്ടും? കുട്ടികളൊന്ന് ഇട്ട് നോക്കൂ. എന്താണ് രൂപം കിട്ടുന്നത് എന്ന്. അതേ, ഒരു ത്രികോണമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക? അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവുക കേട്ടോ. എല്ലാവരും അത് ചെയ്ത് നോക്കുക. അടുത്ത ആക്ടിവിറ്റി ഗണിത ക്ലബ്ബാണ്. ഗണിത ക്ലബ്ബ് ഉദ്ഘാടനത്തിന് കൂട്ടുകാർ ക്ലാസ് അലങ്കരിച്ചിരിക്കുന്നത് നോക്കൂ. അവിടെ കുട്ടികൾ ക്ലാസ് അലങ്കരിക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിത്രം എല്ലാവരും നന്നായിട്ട് നോക്കുക.
നമ്മളവിടെ കണ്ട രൂപങ്ങളാണ് ഈ തന്നിട്ടുള്ളത്. ഇതിലേതൊക്കെ രൂപങ്ങളുണ്ട് അവയുടെ പേരുകൾ എഴുതാനാണ്. ഒന്നാമത്തെ രൂപത്തിൻ്റെ പേരെന്താണ്? അതെ, അതൊരു വൃത്തസ്തൂപമാണ് അല്ലേ. രണ്ടാമത്തേത് സമചതുരക്കട്ടയും, മൂന്നാമത്തേത് ചതുരക്കട്ടയും, നാലാമത്തേത് എന്താണ്? ഗോളവുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വൃത്തസ്തൂപിക പോലെയുള്ള അല്ലെങ്കിൽ വൃത്തസ്തൂപം പോലെയുള്ള എന്തെല്ലാം രൂപങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇങ്ങനെയുള്ളൊരു സാധനം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? തലയിൽ വെക്കാറുണ്ട്. എന്താ അത്? അതെ, പിറന്നാളിന് വെക്കുന്ന തൊപ്പി അല്ലേ. നമ്മളെ ബർത്ത്ഡേ ക്യാപ്പ് എന്താണ്? ഒരു വൃത്തസ്തൂപികയ്ക്ക് എക്സാമ്പിളാണ്. സമചതുരക്കട്ട എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ സ്നേക്ക് ആൻഡ് ലാഡർ, പാമ്പും കോണിയും കളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു കട്ട ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഷേപ്പ് ഇതല്ലേ? അതെ, ഡൈസിന് എന്തിൻ്റെ ഷേപ്പാണുള്ളത്? സമചതുരക്കട്ടയാണല്ലേ. ഇനി ചതുരക്കട്ട നോക്കൂ. ചതുരക്കട്ട ഇഷ്ടികയുടെ ആകൃതിയാണ് അല്ലേ. ഗോളം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗോലി, കോട്ടി എന്നൊക്കെ പറയും. ഗോലി എന്താണ്? ഈ ഒരു ഷേപ്പിലാണുള്ളത്. പന്ത് ഗോളാകൃതിയിലാണ് ഉള്ളത് അല്ലേ. നമ്മളിവിടെ അവയുടെ ഓരോന്നിൻ്റെയും പേരെഴുതണം. അതുപോലെ തന്നെ ചുറ്റുപാടിലും നമ്മൾ കാണുന്ന വസ്തുക്കളുടെ, ഇതുപോലെയുള്ള രൂപത്തിൽ കാണുന്ന വസ്തുക്കളുടെ പേരും എന്ത് ചെയ്യണം? അവിടെ എഴുതണം. ഇവിടെ നോക്കൂ, ചിത്രത്തിലെ രൂപങ്ങളുടെ പേരുകളും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമായിട്ട് കണ്ടുവരുന്ന ഇത്തരം രൂപങ്ങളുടെ ഓരോ ഉദാഹരണങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലിനിയും കൂടുതൽ ഉദാഹരണങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടുകാർ കണ്ടുപിടിച്ച് ഉൾപ്പെടുത്തണം കേട്ടോ. ഇനി അതിന് താഴെയായിട്ട് ടാൻഗ്രാം എന്ന് കാണാം. നിങ്ങൾക്കറിയോ ടാൻഗ്രാം എന്താണെന്ന്? ടാൻഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സമചതുരത്തെ 7 വ്യത്യസ്ത രൂപങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് 5 ത്രികോണങ്ങളും ഒരു ചതുരവും, അതായത് ഒരു സമചതുരവും ഒരു സാമാന്തരികവുമാണ് ഉണ്ടാവുക. നമ്മൾ മുന്നേ അതുലും ബിൻസിയയും ഉണ്ടാക്കിയ രൂപങ്ങൾ കണ്ടപ്പോൾ ബിൻസിയയുടെ രൂപം ചതുരമല്ല എന്ന് പഠിച്ചു. അതിൻ്റെ കാരണം എന്തായിരുന്നു? 2 വശങ്ങൾ കുത്തനെ അല്ലായിരുന്നു. ഇടത് വലത് വശങ്ങൾ കുത്തനെ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടത് വലത് വശങ്ങൾ കുത്തനെ അല്ലാതെ ചരിഞ്ഞു വരുന്ന രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമാന്തരികം എന്ന് പറയുന്നത്, റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 7 പീസ് ഓഫ് പേപ്പറാണ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഒരു ചതുരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഇതിൽ നമുക്ക് കിട്ടുന്ന വലുതും ചെറുതുമായ 5 ത്രികോണങ്ങളും ഒരു സാമാന്തരികവും ഒരു സമചതുരവും ഉപയോഗിച്ച് നമ്മൾ വേറെ പല ജാമിതീയ രൂപങ്ങളും എന്ത് ചെയ്യും? ഉണ്ടാക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാൻഗ്രാം ചിത്രങ്ങൾ എന്നുള്ള രീതിക്ക് പഠിക്കുന്നത്. അപ്പോൾ ഈ രൂപങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ വീട്, പക്ഷികൾ, മൃഗങ്ങൾ, ഇങ്ങനെ പലതിനെ ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കാണിക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നതെല്ലാം ടാൻഗ്രാം ചിത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ടീച്ചർ പറയുമ്പോൾ ഇതുപോലെയുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ക്ലാസ്സിലൊരു സ്റ്റാർ ആവുക കേട്ടോ. ഇനി നമുക്കിതിനകത്ത് ചെയ്യാനുള്ളത് ലാസ്റ്റ് തന്നിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യൂണിറ്റ് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, രൂപങ്ങളെല്ലാം പരിചയപ്പെടുക, അതുപോലെ തന്നെ ഓരോ രൂപങ്ങളുടെയും പ്രത്യേകതകളും കാണാതെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.